അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി അടിപൊളി ചെമ്മീൻ പോളയാണ്. അതിനായി നമുക്ക് ഒരു പിടി ചെമ്മീൻ എടുക്കാം. മീൻ കായം പരത്താൻ വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, വിനാഗിരി, വെളിച്ചെണ്ണ, കുരുമുളക് പൊടി, ഒരു പിടി വേപ്പിലയും കൂടി ഇട്ട് മിക്സാക്കി നമുക്കത് വേവിച്ചെടുക്കാം. ഞാനിവിടെ പൊരിച്ചു കോരുന്നില്ല, വെളിച്ചെണ്ണയിൽ തന്നെ വറ്റിച്ച് കൊടുക്കണേ. മസാല ഉണ്ടാക്കാനും വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ഗ്രേവിക്കായി ഞാനിവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എരിവിനുള്ള 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് തക്കാളി 4/1 ഭാഗം മാത്രം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഈ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഓഫാക്കി വെക്കാവുന്നതാണ്. ഞാനിവിടെ പോളയുടെ ബാറ്റർ ഉണ്ടാക്കാനായി ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരി നന്നായി കഴുകി 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത അരിയാണ്. നമുക്ക് അരി അരക്കാം. അതിലേക്ക് 2 മുട്ടയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം. നന്നായി ഫൈനായി അരച്ചതിന് ശേഷം അരമുറി നാളികേരത്തിൻ്റെ തമ്പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മാവ് നമുക്ക് ഇതുപോലെ ലൂസാക്കിയെടുക്കാം. പോളയുണ്ടാക്കാനായി ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെളിച്ചെണ്ണ തൂക്കിക്കൊടുത്ത് ചെറിയ രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയും കൂടി സ്പ്രെഡാക്കി ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെക്കാവുന്നതാണ്. 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടാൽ മാവ് കട്ടിയായി വരുന്നതാണ്. അങ്ങനെ കട്ടിയായി കഴിഞ്ഞ ശേഷം വീണ്ടും ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ച് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെയും കട്ടിയായി വരുമ്പോൾ വീണ്ടും റിപ്പീറ്റ് അതുപോലെ ചെയ്തു കൊടുക്കാം. എപ്പോഴും ചെറിയ തീയിൽ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അവസാനത്തെ ലെയറും കൂടി ഒഴിച്ച് കട്ടിയായി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മറിച്ചിട്ട പോള ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്തു നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്